നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിലാദ്യമായി 1 പവൻ സ്വർണത്തിന്റെ വില 60,000 കടന്നു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ നടന്നു. പുതുക്കാട് പാലാഴി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. 1 പവൻ സ്വർണത്തിന്റെ വില 60,200 രൂപയിലെത്തി. 1 പവൻ സ്വർണത്തിന് 600 രൂപയാണ് ഒറ്റയടിക്ക് കൂടിയത്. 1 ഗ്രാമിന് 75 രൂപ കൂടി 7,525 രൂപയായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ 31 രേഖപ്പെടുത്തിയ 59,640 രൂപയാണ് ഏറ്റവും ഉയർന്ന സ്വർണ്ണവില. ഈ റെക്കോർഡും കടന്നാണ് സ്വർണ്ണവില കുതിക്കുന്നത്. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ നടന്നു. രാവിലെ വിശുദ്ധ കുർബാന നടന്നു. തിരുനാൾ കുർബാനയ്ക്ക് നവവൈദികൻ ഫാദർ ജാക്സൺ തെക്കേക്കര കാർമ്മികത്വം വഹിച്ചു. കുറ്റിക്കാട് ഫൊറോന പള്ളി അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. നവവൈദികൻ ഫാദർ സനു കളത്തുപറമ്പിൽ സഹകാർമ്മികരായി. ഉച്ചതിരിഞ്ഞ് 4 നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് പാലക്കാട് ഭാരതമാത CMI പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ലിൻറ്റേഷ് വെല്ലപ്പാടി കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണവും വർണ്ണമഴയും ബാൻഡ് വാദ്യവും ഉണ്ടായിരുന്നു. വ്യാഴാഴ്ച രാവിലെ 6-ന് മരിച്ചവർക്ക് വേണ്ടിയുള്ള അനുസ്മരണ ബലിയും ഉച്ചതിരിഞ്ഞ് 4:30-ന് ജപമാലയും വിശുദ്ധ കുർബാനയും രാത്രി 7-ന് ഗാനമേളയും ഉണ്ടായിരിക്കും. പുതുക്കാട് പാലാഴി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ സലീഷ് അറങ്ങാശ്ശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. കൈക്കാരന്മാരായ ഡാനി കോലഴിക്കാരൻ, എഡ്വിൻ ജോയ് കൊടകരക്കാരൻ, ജനറൽ കൺവീനർ ജെയിംസ് വില്ലൻ, പബ്ലിസിറ്റി കൺവീനർ ഫ്രാൽജോ കോലഴിക്കാരൻ എന്നിവർ നേതൃത്വം നൽകി. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ. പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ക്യാമറയിലും മൊബൈൽ ഫോണിലും പകർത്തുന്ന ചിത്രങ്ങൾ മത്സരത്തിലേക്ക് അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ പരിഗണിക്കുന്നതല്ലെന്നും ഒരാൾക്ക് 1 എൻട്രി മാത്രമേ ഉള്ളൂവെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അയക്കുന്ന ചിത്രങ്ങളോടൊപ്പം പൂർണ്ണ മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവ ഉൾപ്പെടുത്തണം. വെള്ളിയാഴ്ച വൈകിട്ട് 7 വരെ എൻട്രികൾ അയക്കാം. തെരഞ്ഞെടുക്കുന്ന 3 ചിത്രങ്ങൾക്ക് ക്യാഷ് അവാർഡ് നൽകും. എൻട്രികൾ അയക്കേണ്ട ഫോൺ നമ്പർ 9539787101. സൗന്ദര്യ ദൃശ്യ വിരുന്നിന്റെ ഭാഗമായിക്കൊണ്ടാണ്, അതൊരുക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നത്. കൊടകര ഫൊറോന പള്ളിയിൽ നടന്ന അമ്പ് തിരുനാളിന്റെ ഭാഗമായി ഫോട്ടോഗ്രാഫി പ്രദർശനം നടത്തിയിരുന്നു. ഇപ്പോ പുത്തുകാവ് താലപ്പൊലിയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്ര പ്രദർശനം, ഒരു ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുകയാണ്. ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുകയാണ്. കൊടകര പുത്തുകാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലിയോടനുബന്ധിച്ച് ഈ വരുന്ന 23-ന് വ്യാഴാഴ്ച പുത്തുകാവ് താലപ്പൊലിയുടെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ഫോട്ടോസുകൾ എടുത്ത് ഫോട്ടോഗ്രാഫി മത്സരത്തിൽ എല്ലാ ജനങ്ങളും പങ്കെടുക്കണമെന്ന് പ്രസ് ക്ലബ്ബ് അഭ്യർത്ഥിക്കുന്നു. സംസ്ഥാനതല കലോത്സവത്തിൽ പരിചമുട്ട് മത്സരത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥി
മുഹമ്മദ് തമീം KH കേളം പഠിക്കലിനെ കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ വീട്ടിലെത്തി അനുമോദിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ് മുഹമ്മദ് തമീം. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CH സാദത്ത്, ബ്ലോക്ക് സെക്രട്ടറി KA ഹനീഫ, ബൂത്ത് പ്രസിഡന്റുമാരായ ശിവൻകുട്ടി, ബേബി കണ്ണമ്പടത്തി, കർഷക കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് കൂനാമ്പുറം, സത്താർ പരുത്തിക്കുന്നൻ എന്നിവർ നേതൃത്വം വഹിച്ചു. അരികിമുട്ട് കളിയില് A ഗ്രേഡ് നേടിയിരിക്കുക 8 പേര് പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു. നമുക്കറിയാം, സംസ്ഥാനത്ത് വലിയ മത്സരമാണ് സംസ്ഥാന തലത്തിൽ നടക്കുന്നത്. ഇത്തവണ 20 വർഷങ്ങൾക്ക് ശേഷം തൃശ്ശൂർ ജില്ല ആ സംസ്ഥാന കിരീടം നേടിയ ആ സംസ്ഥാന കിരീടത്തിൽ തമീമിന്റെ പങ്കാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനം. മുത്തുരത്നക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് ത്രയോദർശനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 6 മുതൽ 10 വരെ പഞ്ചാമൃതം, നിവേദ്യം, പ്രസാദ വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 8 മുതൽ അന്നദാനവും നടത്തും. പുതുക്കാട് സെന്റ് സേവിയേഴ്സ് CUP സ്കൂളിലെ വാർഷികം ജനുവരി 28 വൈകിട്ട് 5 ആഘോഷിക്കും. പുതുക്കാട് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്യും. സിസ്റ്റർ ഷീല അധ്യക്ഷത വഹിക്കും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തും. പുതുക്കാട് പ്രജ്യോതി നികേതൻ കോളേജിൽ ധ്വനി ഫൈൻ ആർട്സ് ഡേ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി നടക്കും. വ്യാഴാഴ്ച രാവിലെ 10 സിനിമാ താരം ഗൗതം കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. സത്യജിത് റായ് ഗോൾഡൻ ആർക്ക് ഫിലിം അവാർഡ് ജേതാവ് അനിൽ P. മാത്യു ചടങ്ങിൽ സന്നിഹിതനാകും. ഇനി ഡിസ്പോസിബിൾ ഗ്ലാസ് ഔട്ട്. ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലും ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായും അല്ലാതെയും നടക്കുന്ന എല്ലാത്തരം ചടങ്ങുകളിലും ഡിസ്പോസിബിൾ വസ്തുക്കൾ ഒഴിവാക്കണമെന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ. പകരം പുനരുപയോഗിക്കാവുന്നതും പുനഃചംക്രമണത്തിന് വിധേയമാക്കാൻ കഴിയുന്നതുമായ വസ്തുക്കൾ ഉപയോഗിക്കാനും എല്ലാ ഓഫീസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നും കളക്ടർ അടിയന്തര നിർദ്ദേശം നൽകി. എല്ലാ സർക്കാർ ഓഫീസുകളിലും ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്ന സർക്കാർ ഉത്തരവിന് പ്രകാരമാണിത്. വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ഒരു സിട്രസ് ഫ്രൂട്ടാണ് ചെറുനാരങ്ങ. കാൽസ്യം, ഇരുമ്പ്, പൊട്ടാസ്യം, സിങ്ക്, ഫോളേറ്റ്, പ്രോട്ടീൻ തുടങ്ങിയവ അടങ്ങിയ ചെറുനാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നിരവധി ഗുണങ്ങളുണ്ട്. റിപ്പോർട്ട് കാണാം. വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കും. രാവിലെ 1 ഗ്ലാസ് ഇളം ചൂട് നാരങ്ങ വെള്ളം കുടിക്കുന്നത് വയറ്റിലെ മാലിന്യങ്ങളെ പുറത്താക്കാനും മലബന്ധം ഒഴിവാക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ നാരങ്ങ വെള്ളം കുടിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നാരങ്ങയിലെ സിട്രിക് ആസിഡ് ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. നാരങ്ങ വെള്ളം പതിവായി കുടിക്കുന്നത് വൃക്കയിൽ കല്ലുണ്ടാകാനുള്ള സാധ്യതയെ തടയാനും സഹായിക്കും. സിട്രിക് ആസിഡാണ് ഇതിന് സഹായിക്കുന്നത്. ഫൈബർ ധാരാളം അടങ്ങിയതാണ് നാരങ്ങ. അതിനാൽ നാരങ്ങ വെള്ളം ഉപ്പിട്ട് കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണ്. വിളർച്ചയെ അകറ്റാനും നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താം. ഇവയിലെ സിട്രിക് ആസിഡും വിറ്റാമിൻ സിയും അയേണിനെ ആഗിരണം ചെയ്യാൻ സഹായിക്കും. നാരങ്ങയിൽ കലോറി വളരെ കുറവാണ്. 100 ഗ്രാം നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്നത് വെറും 29 കലോറി മാത്രമാണ്. കൂടാതെ ഇവയിൽ ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നാരങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താം. എല്ലാ ദിവസവും രാവിലെ 1 ഗ്ലാസ് ഇളം ചൂട് നാരങ്ങ വെള്ളം കുറച്ച് തേൻ ചേർത്ത് വെറും വയറ്റിൽ കുടിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തെ വേഗത്തിലാക്കും. ഒപ്പം ഇത് ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും. വിറ്റാമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ നാരങ്ങ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാനും വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാനും ഏറെ പ്രയാസമാണ്. അത്തരത്തിൽ സ്ത്രീകൾ വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ ഡയറ്റിൽ നിന്നും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട് കാണാം. കലോറി കൂടുതലുള്ളതിനാൽ പഞ്ചസാര ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ സഹായിക്കും. ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് ഗുണം ചെയ്യും. കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് വയറിലെ കൊഴുപ്പിനെ കുറയ്ക്കാൻ നല്ലത്.
കലോറിയും അനാരോഗ്യകരമായ കൊഴുപ്പും ധാരാളം അടങ്ങിയ എണ്ണയിൽ പൊരിച്ച ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുന്നതാണ് വയറിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ നല്ലത്. വയറിലെ കൊഴുപ്പും ശരീരഭാരവും കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ സോഡിയം, കഫെയിൻ ധാരാളം അടങ്ങിയ എനർജി ഡ്രിങ്കുകളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. അനാരോഗ്യകരമായ കൊഴുപ്പും ഉപ്പും അടങ്ങിയ സംസ്കരിച്ച ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. വയറ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ കൃത്രിമ മധുരമടങ്ങിയ ഭക്ഷണങ്ങളും ഡയറ്റിൽ നിന്നും ഒഴിവാക്കുക. ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ മദ്യപാനവും ഒഴിവാക്കുക. മദ്യം ഒഴിവാക്കുന്നത് ശരീരത്തിന്റെ മൊത്തം ആരോഗ്യത്തിനും ഗുണം ചെയ്യും. നിരവധി ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഡ്രൈഡ് ആപ്രിക്കോട്ട്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, നാരുകൾ തുടങ്ങിയവ അടങ്ങിയ ഡ്രൈഡ് ആപ്രിക്കോട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഒരു റിപ്പോർട്ട്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, അയൺ, പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിൻ എ, സി, ഇ തുടങ്ങിയവയൊക്കെ ആപ്രിക്കോട്ടിൽ അടങ്ങിയിട്ടുണ്ട്. നാരുകളാൽ സമ്പന്നമായ ആപ്രിക്കോട്ട് ദഹനം മെച്ചപ്പെടുത്താനും കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ഫൈബർ അടങ്ങിയിരിക്കുന്നതിനാൽ തന്നെ വിശപ്പ് കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഇവ സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയ ഇവ രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. വിറ്റാമിൻ എയും ഇയും ബീറ്റ കരോട്ടിനും അടങ്ങിയ ആപ്രിക്കോട്ട് കണ്ണുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ ധാരാളം അടങ്ങിയ ആപ്രിക്കോട്ട് എല്ലുകളുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ്. അയൺ ധാരാളം അടങ്ങിയ ആപ്രിക്കോട്ട് കഴിക്കുന്നത് വിളർച്ചയെ തടയാനും ചുവന്ന രക്താണുക്കളുടെ അളവ് വർദ്ധിപ്പിക്കാനും ഗുണം ചെയ്യും. വിറ്റാമിൻ എയും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയ ആപ്രിക്കോട്ട് ഡയറ്റിൽ ഉൾപ്പെടുന്നത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കേരള വന ഗവേഷണ സ്ഥാപനത്തിൽ നോഡൽ സെന്റർ ഫോർ ഏലിയൻ ഇൻവാൻസീവ് സ്പീഷീസ് റിസർച്ച് ആൻഡ് മാനേജ്മെന്റിൽ പ്രോജക്ട് ഫെലോയുടെ താൽക്കാലിക ഒഴിവിലേക്ക് നിയമനം നടത്തുന്നു. സുവോളജി, ബോട്ടണി, ജോഗ്രഫി, ലൈഫ് സയൻസ് എന്നീ വിഷയങ്ങളിൽ ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ബിരുദാനന്തര ബിരുദവും ഇൻവേർഷൻ ഇക്കോളജിയിലുള്ള പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത. അപേക്ഷകരുടെ പ്രായപരിധി 36 വയസ്സാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ജനുവരി 27 രാവിലെ 10 കേരള വന ഗവേഷണ സ്ഥാപനത്തിന്റെ PG ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ ബന്ധപ്പെടുക. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളുടെ പുതിയ ബാച്ചിലേക്ക് വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധിയില്ല. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആദ്യ നമ്പർ 9072592412. അടുത്ത നമ്പർ 9072592416. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 7515 രൂപ, പവന് 60,200 രൂപ. മുപ്പിളിയം വെള്ളാരംപാടം കൊഴുക്കുള്ളി ഷാജു അന്തരിച്ചു. 45 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതരായ തങ്കമ്മ അമ്മയും ജോർജ് അച്ഛനുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ചരിത്രത്തിലാദ്യമായി 1 പവൻ സ്വർണത്തിന്റെ വില 60,000 കടന്നു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിൽ പരിശുദ്ധ കർമ്മലമാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ റാഫേൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ നടന്നു. പുതുക്കാട് പാലാഴി വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. കൊടകര പുത്തുക്കാവ് ദേവി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തോടനുബന്ധിച്ച് കൊടകര പ്രസ് ക്ലബ്ബ് ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.